ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവേ നമ്മൾ കരുതുന്നത് ഈ ചീര മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലത്ത് ചീര കൃഷി ചെയ്യാം, നന്നായി കൃഷി ചെയ്യാം. ഇപ്പം എൻ്റെ ചീര കുറച്ച് വലുതായതുകൊണ്ട് ഇപ്പോൾ മഴയത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നില്ല. പക്ഷേ ഇപ്പോൾ വിത്തിട്ടിട്ടില്ലെങ്കിലും നമ്മൾ ചെറിയൊരു ചട്ടിയിൽ ഈ ചീര വിത്തിട്ടിട്ട് ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വലുതായിട്ട് പറിച്ച് നടാം. പിന്നെ എൻ്റെ ചീര ഇപ്പോൾ കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്, ബാക്കി ഇങ്ങനെ ആയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇത് നല്ലൊരു പുഴുവെല്ലാം പിടിക്കാൻ മഴക്കാലത്ത് വളരെ ചാൻസ് അധികമാണ്. പക്ഷേ ഇതിനൊരു പുഴുക്കളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ പുഴുക്കളൊന്നും വന്നിട്ടില്ല. ചെറിയ പുഴുക്കൾ വരികയാണെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വെളുത്തുള്ളി തൊലി വെള്ളത്തിലിട്ട് വെച്ചത് നേർപ്പിച്ച് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ചീര കൃഷിയെ ബാധിക്കുന്ന ഒരു പുഴു ആക്രമിക്കുന്നതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് തീരുന്നത്. പിന്നെ ഇപ്പോൾ വിത്തിടുകയാണ്, മുളക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല മഴയത്ത് അത് ഒഴുകിപ്പോകാൻ. അവ നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് വിത്ത് മുളപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മീതെ ഒരു ഓല കൊണ്ടോ മറ്റോ ഒരു ഷെയ്ഡ് ഉണ്ടാക്കി വിത്തിടുകയോ ചെയ്താൽ മഴക്കാലത്ത് നമുക്ക് അത് വിത്ത് മുളച്ച് കിട്ടും. മഴക്കാലത്ത് അത് നല്ല ആർപ്പോടെ നല്ല ഒരു കരുത്തോടെ വളരുകയും ചെയ്യും. വേനൽക്കാലത്ത് വളരുന്നതിനെക്കാട്ടി പക്ഷേ അത് പുഴു ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അധികം മഴക്കാലത്ത് പുഴു ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം നേർപ്പിച്ചത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി മിശ്രിതം നേർപ്പിച്ചിട്ട് കൊടുക്കുകയോ ചെയ്താൽ ആ പുഴുവിൻ്റെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് ചെറുക്കാവുന്നതാണ്. ഈ മഴക്കാലത്ത് നമുക്ക് ഇലക്കറികളാണല്ലോ മുഖ്യമായി കഴിക്കേണ്ടത്. അപ്പോൾ ചീരയോ പയറോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.